രുചിയുടെ കാര്യത്തിൽ നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞൊരു പച്ച ഹൽവയാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. പച്ച പപ്പായ വെച്ചാണ് തയ്യാറാക്കുന്നത്. പപ്പായ ഇതാ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറിലിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഒരു തവ വെച്ച് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് പാനിയൊക്കെ എടുക്കാം കേട്ടോ. കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച് പപ്പായ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഫുഡ് കളറാണ് റെഡിയാക്കേണ്ടത്. ഗ്രീൻ കളറിനായിട്ട് ഞാൻ വാഴയിലാണ് എടുത്തേക്കുന്നത്. ഇതെനിക്ക് അമ്മയാണ് ഈ ഐഡിയ പറഞ്ഞു തന്നത്. വാഴയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മിക്സിക്കകത്തിട്ട് അടിച്ച് അതിന് നീരൊന്ന് എടുക്കുന്നുണ്ട്. കുറച്ചാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ആ വാഴയിലയുടെ നീരും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ട് ഇപ്പോൾ തന്നെ നന്നായി ഒന്ന് വെള്ളം പറ്റി തുടങ്ങുമ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ ചലിച്ച് ഒഴിച്ച് കൊടുക്കാവേ. ഇനി നമ്മൾ നിർത്താതെ ഇളക്കി കൊടുക്കണം, ചോട്ടി പിടിക്കാതെ. കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ഓയിലും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇനി നമുക്കിത് ട്രെയിലേക്ക് മാറ്റാം. ഞാൻ ആ ട്രെയിൽ കുറച്ച് നെയ്യ് നട്ട്സൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഇത് ഒഴിച്ച് കൊടുത്ത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പപ്പായ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ശരിക്കും പഴുത്ത പപ്പായ ഹൽവ റെഡിയാക്കുന്ന പോലെയല്ല, അതിലും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി പച്ചപ്പപ്പായ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ റെഡിയാവുകയും ചെയ്യും. നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.